Welcome to Ella Vlogs, cooking, drawing, craft, all under one roof. നമുക്ക് കോഴിക്കട്ട ഉണ്ടാക്കിയാലോ? ക്രിസ്ത്യാനികൾക്കൊക്കെ ഈ ദുഃഖ വെള്ളിയാഴ്ച, പെസഹ, അതിനൊക്കെ തൊട്ട് മുമ്പ് ഒരു ശനിയാഴ്ച വരും. ആ ശനിയാഴ്ചയ്ക്ക് ഒരു സ്പെഷ്യൽ പേരുണ്ട്, കോഴിക്കട്ട ശനി. പേര് പോലെ തന്നെ ഈ ശനിയാഴ്ച കോഴിക്കട്ട ഉണ്ടാക്കാത്ത വീടുകളില്ല ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ. അപ്പോൾ ഈ തവണത്തെ കോഴിക്കട്ട ശനിയാഴ്ചയ്ക്ക് എൻ്റെ കോഴിക്കട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സോഫ്റ്റായിട്ടുള്ള കോഴിക്കട്ട അപ്പോൾ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതിന് വേണ്ടത് 250 ml ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പപ്പൊടിയാണ്, പുട്ടുപൊടിയല്ല. ഏത് കമ്പനിയുടെ അപ്പപ്പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ വേണ്ടത് അരമുറി തേങ്ങ ചിരണ്ടിയതാണ്. പിന്നെ ഒരു 4-5 ഏലക്ക. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് ശർക്കരപ്പാനി. ഞാൻ ഒരു അരക്കപ്പ് ശർക്കരപ്പാനി എടുത്തിരിക്കുന്നത്. ആ ശർക്കരപ്പാനിയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ശർക്കരപ്പാനി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ അത് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ വേണ്ടത് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരിപ്പൊടി അളന്നെടുത്തത് അതേ ഗ്ലാസ്സിന് തന്നെ 3 ഗ്ലാസ് വെള്ളം. ഈ വെള്ളത്തിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഒരു പൊടിക്ക് മുന്നിട്ട് നിൽക്കാൻ പാകത്തിന് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുക. ഇനി നമുക്കിതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ഏലക്കായ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി അതിൻ്റെ തേങ്ങയിലെ വെള്ളാംശമൊക്കെ ശരിക്കും പോകുന്നവരെ മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് വളർത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഞാൻ അതിൽ നിന്ന് 1/2 ഗ്ലാസ് വെള്ളം മാറ്റി വയ്ക്കും. കാരണം ഇത്രയും വെള്ളമാണോ പൊടിക്ക് വേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യമേ 1/2 ഗ്ലാസ് മാറ്റി വെച്ചാൽ പൊടി ഇട്ട് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാമല്ലോ. 1/2 ഗ്ലാസ് അങ്ങ് മാറ്റി വെച്ചേക്കുക. ബാക്കിയുള്ള 2.5 ഗ്ലാസ് വെള്ളത്തിലേക്ക്, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് കുറേശ്ശെ ഇളക്കി പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് പൊടി ഇടുമ്പോൾ ഗ്യാസ് സിമ്മിൽ വെക്കണേ. 1 മിനിറ്റ് നേരം ഗ്യാസ് കത്തിച്ച് വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തപ്പോൾ കുറച്ച് വെള്ളത്തിന് ആവശ്യം തോന്നിയതുകൊണ്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തം ഇപ്പോൾ 2.25 ഗ്ലാസ് വെള്ളം നമ്മൾ ഈ പൊടിക്ക് ചേർത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോഴിക്കട്ട ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പാടുള്ളൊരു പണി എന്ന് പറയുന്നതാണ് ഈ കുഴയ്ക്കൽ. നല്ല ചൂടുള്ള മാവാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ ഇച്ചിരി പണിയാണേ. അപ്പോൾ കുഴയ്ക്കുന്നത് നന്നായില്ലെങ്കിൽ നമ്മുടെ കോഴിക്കട്ടയ്ക്ക് മയം കുറയും. അപ്പോൾ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. ഇപ്പോൾ നല്ല ചൂടാണ്. ചൂടൊന്ന് പതുക്കെ കുറഞ്ഞ് കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൈയൊന്ന് പതുക്കെ നനച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ആ ഉപ്പും വെള്ളമൊക്കെ എല്ലായിടത്തും യൂണിഫോമായിട്ട് വരാൻ പാകത്തിനാണ് കുഴച്ചെടുക്കുക. കണ്ടോ, ബാക്കി വെള്ളമാണിത്. 1/4 ഗ്ലാസ് വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴയ്ക്കുന്നത് നന്നായാൽ കോഴിക്കട്ടയ്ക്ക് നല്ല മയവും കിട്ടും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ പേരൻസ് ഇതൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ നമുക്കിതിൻ്റെ ഒന്നും വില അറിയില്ല. അല്ല, അവരുടെ സ്നേഹത്തിൻ്റെ വില അറിയില്ല. നമ്മളുണ്ടാക്കി വയ്ക്കും, പോയി കഴിക്കും. എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അവർ നമുക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നതെന്ന് ഇപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കത് ഓർമ്മ വരും. ഇനി നമുക്കത് ഓരോരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ കൈയൊന്ന് നനച്ച് കൊടുത്തിട്ട് കുറച്ച് മാവെടുത്ത് കയ്യിൽ വെച്ചതുപോലെ ഉരുട്ടുക. പിന്നെ ഒന്ന് പരത്തി കൊടുക്കുക. കനം കുറച്ച് പരത്തണേ. അത് കുറച്ച് ഫില്ലിങ് അതിലേക്ക് വയ്ക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് മുകൾ വശം ചേർത്ത് ഒട്ടിക്കണം. പിന്നെ സൈഡൊക്കെ ഒട്ടിക്കണം. എല്ലാ വശവും ഒട്ടിച്ചതിന് ശേഷം ഒന്നും കൂടെ കയ്യിൽ വെച്ച് പതുക്കെ ഉരുട്ടിയെടുക്കുക. രണ്ടാമത് ഉരുട്ടുമ്പോൾ പതുക്കെ ഉരുട്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉള്ളിൽ ഫില്ലിങ് ഉള്ളതുകൊണ്ട് പൊട്ടിപ്പോവും. ഇങ്ങനെ എല്ലാ വശവും ചേർത്ത് ഒട്ടിച്ച് ശേഷം ഒന്നും കൂടെ പതുക്കെ കയ്യിൽ വെച്ച് ഉരുട്ടുക.
അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ വശവും ചേർത്ത് ഒട്ടിച്ചിട്ട് ഇപ്പോൾ ഞാൻ രണ്ടാമത് ഉരുട്ടിയപ്പോൾ ഒന്ന് പ്രസ്സായി കഴിഞ്ഞപ്പോൾ പൊട്ടിപ്പോയി. അപ്പോൾ വീണ്ടും ഒന്ന് ഒട്ടിക്കുക. അപ്പോൾ സോഫ്റ്റായിട്ട് വേണം ഉരുട്ടാൻ. ഫില്ലിങ് വെച്ചതിന് ശേഷം ഉരുട്ടുമ്പോൾ സോഫ്റ്റായിട്ട് ഉരുട്ടുക. അപ്പോൾ നമ്മുടെ ഒരു കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ കൊഴുക്കട്ടകളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതുണ്ടാക്കുമ്പോൾ ഈ ഫില്ലിങ് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഫില്ലിങ് ബാക്കി വരണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. എൻ്റെ ലാസ്റ്റ് വരുന്ന ഫില്ലിങ് ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയും ഉരുളകൾ ഞാൻ കിട്ടിയിട്ടുണ്ടേ. ഇനി ഈ ഉരുളകളൊക്കെ നമുക്ക് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമർ വെച്ചിട്ട് വെള്ളം തിളച്ചതിന് ശേഷം എല്ലാ കോഴിക്കട്ടകളും അതിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു 20-30 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കോഴിക്കട്ട വെന്ത് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ, ഷെയർ ചെയ്തേക്കണേ, കമൻറ്റ് ചെയ്തേക്കണേ. ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ കോഴിക്കട്ട നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടേ. നമുക്ക് ചൂടാറുമ്പോൾ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കോഴിക്കട്ട ശനിയാഴ്ച ആകുമ്പോൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. താങ്ക് യു.